Hi, welcome back to our channel. So, കഴിഞ്ഞ ദിവസങ്ങളിൽ അഡോബിൻ്റെ ആപ്ലിക്കേഷൻസ് ആയ ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം അങ്ങനത്തെ അഡോബിൻ്റെ പല ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, അതിനൊക്കെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 2025 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചാണ്. ഫോട്ടോഷോപ്പിനകത്ത് എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്, അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അതിനകത്ത് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ക്യാമറ റിലേറ്റഡാണ് മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. സോ എൻ്റെ കയ്യിലൊരു സോണി A7 IV ആണുള്ളത്. സോ അതും പിന്നെ അതുപോലെ സോണി 6600. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ ചെയ്തേക്കുന്നത്. സോ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കുറേ അൺബോക്സിങ്, അതുപോലെ റിവ്യൂസ്, ക്യാമറ സെറ്റിങ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു 5-10 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഷോർട്സിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ലേറ്റസ്റ്റായി വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ടുള്ള ചെറിയ കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ ഷോർട്സായിട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ ചെറിയ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാം. സോ വിത്തൗട്ട് ഫർദർ ഡ്യൂ നമുക്ക് നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. ഓക്കെ. സോ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അബൌട്ട് ഫോട്ടോഷോപ്പ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും 26.0.0 എന്ന് പറയുന്ന റിലീസാണ് വന്നേക്കുന്നത്. സോ ഇതിനകത്ത് മെയിനായിട്ട് അവർ ചെയ്തേക്കുന്നത് ജനറേറ്റീവ് AI യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. സോ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫീച്ചറിലോട്ട് പോവാം. സോ ഇവിടെ നമുക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ് ഹീലിംഗ് ടൂൾസ്. ഇതിനകത്ത് റിമൂവ് ടൂൾ എന്ന് പറയുന്ന ടൂളുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. സോ ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. സോ ഇവിടെ കുറേ ആൾക്കാരും അങ്ങനെ കുറേ ഇതായിട്ടുള്ളൊരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഫോട്ടോനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കുറേ ഒബ്ജക്ട്സ് ഉണ്ട്. സോ നമ്മളൊരു ക്രൗഡിൽ പോയി ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ഇങ്ങനത്തെ കുറേ ഉണ്ടായിരിക്കും. സോ ബിഫോർ നമ്മളിതെല്ലാം മാനുവലി ഇങ്ങനെ ഓരോന്നിങ്ങനെ റിമൂവ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. സോ ഈ ഒരു ഇതിനകത്ത് അവരൊരു പുതിയൊരു ഫീച്ചർ നമ്മൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസ് എന്ന്. അപ്പോൾ ഈ ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 2 ഓപ്ഷൻസ് കാണാൻ പറ്റും, വയേഴ്സ് ആൻഡ് കേബിൾസും പീപ്പിൾസ് എന്നും പറഞ്ഞിട്ട്. സോ വയേഴ്സ് അത് ഞാൻ പറയാം. ഫസ്റ്റ് നമുക്ക് പീപ്പിൾസിൻ്റെ കാര്യം നോക്കാം. സോ ഇവിടെ പീപ്പിൾസ് ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ ആൾക്കാരെ മനസ്സിലാക്കുകയും ആവശ്യമില്ലാത്തതാണെന്ന് മനസ്സിലാക്കുകയും അതിനെ റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് വരികയാണ് ചെയ്യുന്നത്. സോ അതിന് മുന്നേ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും മോഡ്. ഇവിടെ എന്താ പറയുക, ജനറേറ്റീവ് AI ഓൺ ചെയ്യണോ, ജനറേറ്റീവ് AI ഓഫ് ചെയ്യണോ എന്നുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. സോ നമുക്ക് ആദ്യം ജനറേറ്റീവ് AI ഓഫ് ചെയ്തിട്ടൊന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസ് ക്ലിക്ക് ചെയ്യുന്നു, പീപ്പിൾസിനെ സെലക്ട് ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് പീപ്പിൾസിനെ അവർ സെലക്ട് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും, റെഡ് ഇതിനകത്തായിട്ട് കാണാൻ പറ്റും. ആഫ്റ്റർ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഈ ടിക്ക് മാർക്ക് ഒന്ന് പ്രസ് ചെയ്തെന്ന് വെച്ചാൽ പ്രോസസ്സ് ചെയ്യാണ്, റിമൂവിങ് ഏരിയ പറഞ്ഞിട്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെൻ്റെ ഫ്രണ്ടാണ് ഗൂഗിളിൻ്റെ ഈ ഷർട്ടിൻ്റെ ഇതൊക്കെ കണ്ടോ, ഇതൊന്നും ഒരു അത്ര പെർഫെക്റ്റ് ആയിട്ടല്ലാത്ത രീതിയിലാണ് ഇത് റിമൂവ് ആയി പോയിരിക്കുന്നത്. ആൾക്കാരെല്ലാം റിമൂവ് ആയി, പക്ഷേ ഇത് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ജനറേറ്റീവ് AI ഓൺ ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. സോ ജനറേറ്റീവ് AI ഓൺ ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്കിവിടെ ഒരു പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മുടെ ഡിഫാൾട്ടായിട്ട്, അതായത് പ്രൈമറി ഈ ഒരു ഫയലിനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ലെയർ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും അതേപോലെ തന്നെ പീപ്പിൾസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി സമയം എടുക്കുന്നുണ്ട് AI എല്ലാം ഡിക്റ്റേറ്റ് ചെയ്ത്. ഇപ്പോൾ ഉണ്ടോ മറ്റേ ഒരു എഡിറ്റും ഈ ഒരു എഡിറ്റും നമ്മളുടെ വ്യത്യാസങ്ങളിലൊക്കെ ഇതെല്ലാം ഒബ്ജക്റ്റ് എല്ലാം കറക്റ്റായിട്ട് അവർ പ്ലേസ് ചെയ്ത്. ഇതായിരുന്നു പണ്ടത്തെ ഫോട്ടോ, ഇതിപ്പോഴത്തെ പുതിയ റീഫ്രെയിം ചെയ്തിട്ടുള്ള ഫോട്ടോ. സോ ഇതാണ് ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഇത് വളരെ ഒരു യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. നമ്മൾ ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഏരിയയിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അൺവാണ്ടഡ് ഡിസ്ട്രാക്ഷൻസ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ഫോട്ടോ കൂടി ഇതാണ്ട്. ഇതും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നുണ്ട്. അവരൊന്ന് ഇവിടുന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഡിക്റ്റേറ്റ് ചെയ്യുന്നു. അതേപോലെ നമ്മൾ ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അത് വരുന്ന റിമൂവ് ആയി പോകുന്നു. കണ്ടോ, ഇപ്പം അങ്ങനെ അവിടെ ഒരു ആൾക്കാർ നിൽക്കുന്നതായിട്ട് പോലും നമുക്ക് തോന്നുന്നില്ല. കണ്ടോ, അത് അങ്ങനെ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് ഇതെല്ലാം ഫില്ല് ചെയ്ത് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. സോ ഒരു ഫോട്ടോ കൂടി നോക്കാം. ഇത് നമ്മുടെ മൈസൂരുള്ള സെൻറ്റ് ഫിലോമിന ചർച്ചാണ്. സോ ഇവിടെ ഒത്തിരി ആൾക്കാർ ഡിസ്ട്രാക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ
എന്താ പറയുക ചർച്ചിൻ്റെ ഫോട്ടോ മാത്രമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളൊരു പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ലെയറിനകത്ത് നമ്മൾ ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസ് എന്നുള്ള പീപ്പിൾസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. സെലക്ട് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി പീപ്പിൾസിനെ ഇവർ ഡിക്റ്റേറ്റ് ചെയ്യും. ഇവിടെ ജനറേറ്റീവായി ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. എയ്തർ ഓൺ ചെയ്യാം ഓട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഫോട്ടോഷോപ്പിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ സെലക്ട് ചെയ്യും. അത് ചെറിയ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉള്ളു വെച്ചാൽ അത് AI ഓഫ് ചെയ്തിട്ടും അതെല്ലാം കുറച്ചും കൂടി കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇതാവും. സോ നമുക്കിവിടെ ഓട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ലെയർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സാമ്പിൾ ആൾ ലെയേഴ്സ് എന്ന് പറയുന്ന ഇത് ചെക്ക് ചെയ്യണം. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് കൊടുക്കുമ്പോൾ അത് റിമൂവിങ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ഒരു ഇച്ചിരി ടൈം എടുത്ത് സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും റിമൂവ് ആയിപ്പോയി. നമുക്ക് ആ ചർച്ചിൻ്റെ മാത്രം ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് പണ്ടത്തെ ഇമേജ്, ഇതാണ് റിമൂവ് ചെയ്തതിന് ശേഷം ഡിസ്ട്രാക്ഷൻസ് റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഇമേജ്. അപ്പോൾ ഇത് നമുക്കൊരു വളരെ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഒത്തിരി ക്രൗഡ് എന്തായാലും ഇങ്ങനത്തെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻസിലൊക്കെ പോകുമ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ റിമൂവ് ചെയ്ത് നല്ലൊരു ലാൻഡ്സ്കേപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അതായത് ഒരു പിക്ചറായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഫീച്ചറാണ്. കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്ര ആൾക്കാർ കണ്ടോ, ഇതാണ് ഡിസ്ട്രാക്ഷൻ, ഇത് മാറുന്നത് കണ്ടോ. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്, ആൾക്കാരെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. ഇനി ഇതിനകത്തുള്ള രണ്ടാമത്തെ ഓപ്ഷനാണ് വയേഴ്സ്. ഓക്കെ, വയേഴ്സ് ആൻഡ് കേബിൾസ്. സോ ഈ ഒരു ഇമേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഞാൻ എടുത്തൊരു ഇമേജാണ്. സോ ഈ ഇമേജിനകത്ത് കുറേ വയേഴ്സ് കണക്കുന്നുണ്ട്, പിക്ചറിൻ്റെ ഒരു ഭംഗിയെ ബാധിക്കുന്നുണ്ട്. സോ ഇത് സിംഗിൾ ക്ലിക്കിൽ ഇതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ സെയിം അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. ലെയർ ക്രിയേറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ ഇമേജിനെ ബാധിക്കും. അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്. നെക്സ്റ്റ് വയേഴ്സ് ആൻഡ് കേബിൾസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ അത് റിമൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. കണ്ടോ, ഇപ്പോൾ വയേഴ്സും എല്ലാം റിമൂവ് ചെയ്തൊരു പക്ക ക്ലീൻ ആയിട്ടുള്ളൊരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾക്കിവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ചെറിയ രീതിയിലുള്ള വയറുകളെല്ലാം പോയിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ. അതടക്കം ഇതിനകത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, സോ ഇതൊരു നല്ല ഫീച്ചറായിട്ട് തോന്നി. കാരണം വലിയൊരു ആർക്കിടെക്ചറിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇപ്പോൾ എല്ലായിടത്തും വൈദ്യുതി ലൈനുകളും കാര്യങ്ങളും പോകുന്നില്ലേ. സോ എന്തായാലും ഇങ്ങനത്തെ ഒരു ലൈൻസും കാര്യങ്ങളൊക്കെ വരും. മറ്റത് ഓരോന്ന് പോയിട്ട് മായ്ച്ച് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയായിരുന്നു. അത് അത്രത്തോളം പ്രാക്ടിക്കലും അല്ല, അത്ര പെർഫെക്റ്റും ആവുന്നില്ല. ഇതും കൂടി ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ, അതിനകത്തുള്ള എല്ലാ ലൈൻസും പോയി പക്ക ഒരു ഇമേജായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് റിമൂവൽ ടൂളിനകത്ത് വന്നേക്കുന്ന പുതിയ 2 ഫീച്ചേഴ്സ്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് ഞാൻ ഒരു സൂം എടുത്തേക്കുന്ന ഒരു ഇമേജാണ്. സോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര ഒരു ഭംഗി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഗ്രിൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ, ഇത് പണ്ടത്തെ വേർഷൻസിലുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാം. ഒന്നുകൂടി സബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് സബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് നേരെ ഇൻവേർട്ട് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ വരും, ജനറേറ്റ് ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് വിത്ത് ഫോറസ്റ്റ് എന്തെങ്കിലും നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിനുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും. കണ്ടോ, ഇതിനകത്തൊരു 3 ഓപ്ഷൻസ് നമുക്ക് ആദ്യം തരും. ഇതിനകത്ത് ഏത് വേണം എന്നുള്ള രീതിയിൽ ഇതുണ്ട്. അപ്പോൾ ഇവിടെ ആ 3 ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് 3 ഓപ്ഷൻസാണ് അവർ തരാം. സോ ഈ 3 ഓപ്ഷൻസിൽ ഇതാണ് നമുക്ക് കുറച്ചും കൂടിയും, അല്ലെങ്കിൽ ഏതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടേച്ചാൽ അതിൻ്റെ കുറച്ചും കൂടിയും വെറൈറ്റീസ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു 3 ഡോട്ട് കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ജനറേറ്റ് സിമിലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വീണ്ടും ഇത് ആ സിമിലർ കൈൻഡ് ഓഫ് എൻവയോൺമെൻറ്റിൻ്റെ വീണ്ടും ഒരു 3 എണ്ണം കൂടി നമുക്ക് എടുത്തു തരും. കണ്ടോ, സോ ആ ഒരു സിമിലർ കൈൻഡ് ആയിട്ടുള്ള ഇമേജസ് കൊണ്ട്. അപ്പോൾ ഇതിന് ഏതാണ് നമുക്ക് വേണ്ടത് നോക്കാം, സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ എടുക്കാൻ ഓക്കെ ആണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി ഫൈൻ ട്യൂൺ ചെയ്തിട്ട് നല്ല കുറച്ചും കൂടി ക്രിസ്പായിട്ടും അതുപോലെ എൻഹാൻസ് ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എൻഹാൻസ് ചെയ്തിട്ട് ഉള്ളൊരു ഇമേജ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇത് നമ്മളെടുത്ത് ഇത് ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ അത് ഒരു ഇച്ചിരി ടൈം എടുത്ത് എൻഹാൻസ് ചെയ്തിട്ട് ഉള്ള ഒരു റിസൾട്ട് നമുക്ക് തരും. ഇനി അനദർ ഒരു രീതി എന്ന് പറഞ്ഞു വെച്ചാൽ ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇമേജ്.
സോ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മളിവിടെ വരുന്നു, റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. സബ്ജക്റ്റ് മാത്രം സെലക്ട് ചെയ്യും. എന്നിട്ട് അപ്പം തന്നെ ഇവിടെ ജനറേറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഏതർ നിങ്ങൾക്ക് എന്തെങ്കിലും കമാൻഡ് അല്ല പ്രോംപ്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ജനറേറ്റ് കൊടുത്താൽ അത് ഈ ഒരു ഇമേജിനെ അനലൈസ് ചെയ്തിട്ട് ഇതിന് വേണ്ട രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അതിന് ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ സ്ലോ ഉണ്ട് കണ്ടോ. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു 3 ഇമേജസ് ആണ്. സോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇത് തോന്നുന്നു. അതിലും ഇതേപോലെ തന്നെ ഈ ഓപ്ഷൻസ് ഉണ്ട്. ഇതിനെ വീണ്ടും സിമിലർ ആയിട്ട് എടുക്കണമെങ്കിൽ വീണ്ടും എടുക്കാം. ഇത് മതിയെങ്കിൽ ഇതിനെ എൻഹാൻസ് ചെയ്ത് കൊടുത്തെന്ന് വെച്ചാൽ ഇമേജ് കിട്ടും. ഇങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നത്. സോ അടുത്തതെന്ന് പറഞ്ഞു വെച്ചാൽ ഇത് കണ്ടാൽ നമുക്കറിയാൻ പറ്റും ഇവിടെ കുറച്ചും കൂടി സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു. അതായത് നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത്രേ കിട്ടിയുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഈ ഒരു സൈഡിലോട്ട് ഫോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ കാണുന്നവർക്ക് കുറച്ചും കൂടി ഒരു ഭംഗി തോന്നും. അപ്പോൾ എന്ത് നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ജനറേറ്റീവ് എക്സ്പാൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇവിടെ ബാക്ക്ഗ്രൗണ്ടാണ് ഡിഫാൾട്ടായിട്ട് കിടക്കുന്നത്. ഇവിടെ ജനറേറ്റീവ് എക്സ്പാൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലോട്ട് ചേഞ്ച് ചെയ്തതിന് ശേഷം ഇതവിടെ മുകളിൽ ഓപ്ഷൻ ഉണ്ട്. അത് ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ വലിച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ വലിച്ച് അപ്പോൾ ഇവിടെ ഒരു ഒരു വൈറ്റ് കളറിൽ ഇതിങ്ങനെ വരും. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ അപ്പോൾ ഇത്രയും ഭാഗത്ത് ഇത് ഫില്ല് ചെയ്യാറുണ്ട്. ഇതിനകത്ത് ജസ്റ്റ് നമ്മൾ ജനറേറ്റ് കൊടുത്താൽ തന്നെ ഫോട്ടോഷോപ്പ് അതിൻ്റെ രീതിയിൽ ആവശ്യത്തിനുള്ള ചേഞ്ചസ് എല്ലാം വരുത്തിയിട്ട് അത് എക്സ്പാൻഡ് ചെയ്ത് തരും. ഇവിടെ നമുക്കൊരു 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിന് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതെടുക്കുക. ഓക്കെ, സോ നമുക്കിവിടെ കുറച്ചും കൂടി സ്പേസ് കിട്ടി, കാണുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു ഇമേജ് തോന്നും. സോ ഇതാണ് ജനറേറ്റീവ് എക്സ്പാൻഡ്. സോ ഇനി അടുത്തത് വരുന്നത്, ഇപ്പോൾ നമ്മളിത് നേരത്തെ അടുത്തൊരു ഇമേജാണ്. സോ ഇത് വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതവിടെ നമ്മുടെ ലാസോ ടൂൾസ് ഉണ്ട്. ഈ ലാസോ ടൂൾ ജസ്റ്റ് ഒന്ന് തന്നെ വരച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ വെച്ചാൽ ആ ഒബ്ജക്റ്റിനെ മാത്രമായിട്ട് സെലക്ട് ചെയ്യാതെ കുറച്ച് വൈഡായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് അത് ജനറേറ്റീവ് ആയി വെച്ചിട്ട് അത് ഇതാവുന്ന സമയത്ത് പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ. റിമൂവ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ നമ്മളിവിടെ ഒന്നും കൊടുക്കണ്ട എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജസ്റ്റ് ജനറേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് കണ്ടോ, നമ്മളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരു 3 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്ന ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് കൊടുത്തു. അപ്പോൾ ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു നല്ല ഇമേജായി. നേരത്തെ ഇതിനകത്ത് എന്തുണ്ടായിരുന്നു, നമ്മുടെ ലൈൻസ് വയേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു സ്കൂട്ടർ ഡിസ്ട്രാക്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ 2 സ്കൂട്ടറും ഒരു കാറും ഉണ്ട്. അതും വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഇതായിട്ട് ജനറേറ്റീവ് ഫില്ല് കൊടുത്തിട്ട് ജനറേറ്റ് കൊടുത്തെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അതും റിമൂവ് ആയിട്ട് പോകുന്നതാണ്. അതും പോയിട്ടുണ്ട്. അവിടെ നമുക്കൊരു 3 ഓപ്ഷൻസ് തരും. അതിൽ ഏതാ വേണ്ട വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ കണ്ടോ, ഈ തെങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് അവർ നോക്കുന്നുണ്ട്. കണ്ടോ. സോ നെക്സ്റ്റ് നമുക്കൊരു ഈ വഴി ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ ജസ്റ്റ് പുല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇതുവരേക്കുള്ള ഈ ഒരു നടപ്പാത എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ലാസോ ടൂൾ യൂസ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഏത് വഴിയാണ് വേണ്ടത് നോക്കുക, അല്ല എത്ര ദൂരം വേണ്ടത് നോക്കുക. ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജനറേറ്റീവ് ഫില്ല് കൊടുത്തിട്ട് നമുക്കിവിടെ വേണ്ട കാര്യം എന്താ വെച്ചാൽ ടൈപ്പ് ചെയ്തു. ഹാൻഡ് റെയിൽ, പാത്ത് വിത്ത് ഹാൻഡ് റെയിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേത് രീതിയിൽ 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ചെറിയൊരു ഇതുപോലെയൊക്കെ ഉണ്ട്. കുറച്ചും കൂടി ഭംഗിയായിട്ടും ഇതിനോട് ഒതുങ്ങി അല്ലെങ്കിൽ ഇതിനോട് ചേർന്നിരിക്കുന്നത് ഈ ഒരു ഫോട്ടോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ നമ്മളിത് ചൂസ് ചെയ്യുന്നു. ഈ ചൂസ് ചെയ്ത സാധനത്തിൻ്റെ സിമിലർ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ചെയ്യാം. എൻഹാൻസ് ചെയ്ത് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഇമേജ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫോട്ടോഷോപ്പിൽ പുതിയ വെർഷനിൽ, അതായത് 2025 എന്നാണ് എഴുതിയേക്കുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഫോട്ടോഷോപ്പ് 2025 എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. സോ 2025, അതായത് 26.0.0 എന്ന് പറയുന്ന വെർഷനിലുള്ള പെട്ടെന്ന് ഞാൻ നോട്ടീസ് ചെയ്ത ചേഞ്ചസ്. സോ ഇനിയും ഉണ്ടായിരിക്കാം, ചേഞ്ചസ് ഇനി ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അപ്ലോഡ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതൊരു ചെറിയ ചാനലാണ്, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഈ വീഡിയോയുടെ താഴെ ഇൻസ്റ്റാഗ്രാം ഐഡീസും യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക്സ്, ആമസോണിൻ്റെ അഫിലിയേറ്റഡ് ലിങ്ക്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഇടുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.